യെസ്, അതെ, നമ്മൾ വീട്ടിൽ പോണേ. സോ നമുക്ക് അതിനുള്ള പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. മൈ ബാഗ് ഇസ് ഓൾവേസ് മെസ്സി. വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് തപ്പണയാണ് നിങ്ങളീ കാണുന്നത്. എപ്പോഴും ഈ തപ്പണതാണ് എൻ്റെ മെയിൻ പരിപാടി. ഈ കാണിക്കുന്ന കുറച്ച് ഷോ ആണ് കേട്ടോ, വീഡിയോക്ക് വേണ്ടി എടുത്താണ്. ഒരു നല്ല ഉച്ചയായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെറുതെ ലീവൊന്നും എടുക്കാറില്ല. എന്നെ പൊക്കി പറയാൻ ഞാൻ തന്നെ ധാരാളം. നമ്മ അകത്തുനിന്ന ട്രെയിൻ തന്നെ ഉണ്ട് കേട്ടോ. ട്രെയിനാണ് മുടിഞ്ഞ തിരക്ക്. ഞാൻ ജനലിൽ കൂടെ കുപ്പിയൊക്കെ വെച്ച് സീറ്റ് പിടിച്ച്, പക്ഷേ ഏതൊരു ചേട്ടൻ വന്നാൽ കുപ്പിയൊക്കെ എടുത്തെറിഞ്ഞ് എൻ്റെ സീറ്റിൽ കയറിയത്. പിന്നെ ആ ചേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല, സീറ്റ് നമ്മുടെ ആരുടെയും വകയെന്നല്ലല്ലോ. പിന്നെ ഞാൻ ആ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നിരുന്ന സമയം കളഞ്ഞു. വിൻഡോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. താ നോക്കൂ, അതാണ് എയർപോർട്ട്. എനിക്കത് കാണുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ്, എന്തെന്നില്ലാത്ത ഒരു വിങ്ങൽ. തിരിച്ചു പോകുമ്പോൾ ഇനി ഹോസ്റ്റൽ ഷിഫ്റ്റിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ കരുതി റൂമിലുള്ള ചവർ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞാൻ 2 വലിയ ബാഗായിട്ടാണ് ഞാൻ ഈ യാത്ര തുടർന്നത്. ബാഗിനാണെങ്കിൽ നല്ല മുടിഞ്ഞ വെയിറ്റും. ആ വെയിറ്റും താങ്ങി താങ്ങി ഞാൻ ആ സ്റ്റേഷൻ മൊത്തം നടന്നു. ഫൈനലി എൻ്റെ അച്ഛനെ കണ്ടു. അങ്ങനെ ഞാൻ അച്ഛനും കൂടെ ഒരുമിച്ച് പിന്നെയും യാത്ര തുടർന്നു. ഞാൻ എപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയാലും അവിടെ പെനി ഷോപ്പിൽ നിന്ന് ഒരു ഐസ്ക്രീം എന്തായാലും കഴിക്കും. ഓരോ വട്ടവും ഓരോ ഫ്ലേവേഴ്സ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ക്രിസ്പി കിറ്റാണ് ഞാൻ ട്രൈ ചെയ്തത്. ഞാൻ വീട്ടിലെപ്പോൾ പോയാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യൂ ആണിത്. രാത്രി ഷിപ്പ് യാർഡിൻ്റെ വ്യൂ ആണ് ആ കാണുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. ട്രെയിൻ തൊട്ട് വീട് വരെ എൻ്റെ കൂടെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ആ പുള്ളിക്കാരി. ഇവനാരാന്ന് മനസ്സിലായോ? ഇതാണ് ചാർലി, എൻ്റെ സ്വന്തം ചാർലി. ഞാൻ വീട്ടിലെത്തുമ്പോൾ ദ മോസ്റ്റ് വെൽക്കമിങ് ഗിഫ്റ്റാണ് ഇവൻ. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവൻ്റെ ആ സ്നേഹം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗായ്സ്. ഇതാണ് എൻ്റെ കോലം. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും അമ്മാമ്മയും ബിജുമോളും കൂടെ ഇരുന്ന് ഞങ്ങൾ ബിഗ് ബോസൊക്കെ കണ്ട് അവരുടെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ആ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു.